അപ്പോൾ ഇന്ന് ബാലിയിൽ 5-ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ 5-ാമത്തെ ദിവസം ഞങ്ങൾ ഇന്നൊരു ഐലൻഡിലാണ് പോകുന്നത്. ന്യൂ സൊപ്പനിഡ എന്ന് പറഞ്ഞൊരു ഐലൻഡാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട്. നമ്മളൊരു ക്രൂയിസിനാണ് പോകുന്നത്. ക്രൂയിസിൻ്റെ ടിക്കറ്റൊക്കെ നമ്മളെടുത്തു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോവുകയാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ബാക്കി പ്ലാൻ. അവിടെ ഒരു 1 day സ്റ്റേ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏകദേശം അവിടെ. അപ്പോൾ ആദ്യം നമ്മൾ ഏഞ്ചൽ ബില്ലാബോങ്ങിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം. അപ്പോൾ രാവിലെ വന്നപ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക അവിടെ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ വാട്ടർ ആട്ടോ ഇവിടെ. എന്ത് ക്ലിയറാണെന്നറിയാം. നല്ല എന്ത് പറയാൻ പറ്റത്തില്ല, അതുപോലെ വെള്ളമാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല അവിടെ, കാരണം അത്ര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് ബ്രോക്കൺ ബീച്ച്. ബ്രോക്കൺ ബീച്ചിൻ്റെ അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി, കാരണം ആൾക്കാരൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, അത് എന്ത് രസമെന്ന് നോക്കിയത്. ഇതിൻ്റെ വെള്ളം കണ്ടോ. ഇവിടെ ഈ ലൈം സ്റ്റോൺ വാട്ടറിൽ മിക്സ് ആയതുകൊണ്ടാണ് ഈ കളറൊക്കെ വരുന്നത് കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ ഈ ഒരു ഏരിയ കാണാനായിട്ട്. ഈ ഏഞ്ചൽ ബില്ലാബോങ്ങും അതുപോലെ തന്നെ ഈ ബ്രോക്കൺ ബ്രിഡ്ജും ഇതെല്ലാം അടുത്തടുത്ത ഏകദേശം ജസ്റ്റ് ഒരു 100-300 മീറ്റർ വാക്കിങ്ങേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഇവിടെയുള്ളതൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഞങ്ങളത് വേറെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, ക്ലിംഗ്ലിംഗ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, വളരെ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെല്ലാനുള്ള പരിപാടിയാണ്. ഉച്ച കഴിഞ്ഞ് മഴയ്ക്ക് ചാൻസ് ഉണ്ട്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭംഗിയും കാണത്തില്ല ഇവിടെ. കൈയൊക്കെ അങ്ങ് ഇരുണ്ട് പോകും, പിന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങ് ഡാർക്കാവും. ഈ സൺലൈറ്റ് ഉള്ളപ്പോൾ മാത്രമേ ഇതൊക്കെ ഭംഗിയുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്നൊരു ഷോർട്ട് കട്ടൊക്കെ ചാടി പോകുന്നു ഇവിടുന്ന്. ഒത്തിരി ദൂരമില്ല, പക്ഷേ ട്രാവലിംഗ് ടൈം വളരെ കൂടുതലാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നടന്നു. ഡ്രൈവർ വണ്ടി ഇട്ടിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കണത്, കാരണം അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. സീസണിൽ പോലും അല്ല, എന്നിട്ട് പോലും നല്ല തിരക്കാണ്. എല്ലാവരും ഈ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കണം ശരിക്കും ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെയൊക്കെ. കാരണം അത്രയ്ക്ക് ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഇത്. വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല രസമാണ് ഇവിടുത്തെ വെള്ളം. കുറേ പേരൊക്കെ താഴെ ഇറങ്ങി സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളിറങ്ങിയൊന്നുമില്ല, കുറേ വാക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിനി അടുത്ത് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് കാണാനുള്ളതൊക്കെ കണ്ടു അത്യാവശ്യം. ഇവിടുന്ന് ഇനി ഒരു ബുബു ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, അങ്ങോട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ബുബു ബീച്ചിലെത്തി. ഇവിടെ നല്ല സൂപ്പർ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാർ റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡും മദ്യമൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. ഇവിടുത്തെ വെള്ളം 2-3 കളറിലാണ് ഈ വെള്ളം കാണുന്നത്. പിന്നെ ഇടയ്ക്കൂടെയൊക്കെ ഡോൾഫിനൊക്കെ പോകുന്നത് കാണാം നമുക്ക്. അതുപോലെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ട് കടലിനടുത്തൊരു നല്ല ഭംഗി കേട്ടോ അത്. ആ ഊഞ്ഞാലിലൊക്കെ കയറി നമുക്ക് കളിക്കാം. കയറി നിന്ന് തിര വരുമ്പോഴത്തേനും അടിച്ച് നമ്മളെ ആട്ടിക്കോളും. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഞങ്ങൾ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് ഞങ്ങളിനി പോവുകയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, നാളെ കാണാം.